ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കേരള ഹിന്ദി ക്വസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് പേപ്പർ 1 കോംപ്രിഹെൻഷൻ പാർട്ടാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ കോംപ്രിഹെൻഷൻ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പാസേജ് വായിച്ചു നോക്കിയിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. കോംപ്രിഹെൻഷനിൽ പാസേജ് വായിക്കുന്ന മാത്രമല്ല അത് മനസ്സിലാക്കുന്നതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ കോംപ്രിഹെൻഷനിൽ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻ ടൈപ്സ് ഏതൊക്കെയാ നോക്കിയാല്, ഫസ്റ്റ് വൺ മെയിൻ ഐഡിയ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പാസേജിന്റെ സെൻട്രൽ ഐഡിയ എന്താണ്, ഇതിന്റെ മെയിൻ തീം എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സെക്കൻഡ് വൺ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അതിന്റെ ആൻസർ ആ ഒരു പാസേജിൽ തന്നെ ഉണ്ടാവും, നമ്മൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. തേർഡ് വൺ ഇൻഫറൻഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അതിന്റെ ആൻസേഴ്സ് ഡയറക്റ്റ് ആയിട്ട് പാസേജിൽ കാണില്ല, നമ്മൾ അതിനെ ഇൻഫർ ചെയ്തെടുക്കണം. ഫോർത്ത് വൺ വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു പാസേജിൽ കൊടുത്തേക്കുന്ന ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് ചോദിക്കാം, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പോ ഇനി നമുക്ക് ഈ കോംപ്രിഹെൻഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പാസേജ് ശ്രദ്ധയോടെ വായിക്കുക. സെക്കൻഡ് സ്റ്റെപ്പില് കീവേഡ്സും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ റോങ് ആയിട്ടുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് പാസേജിനെ സപ്പോർട്ട് ചെയ്യുന്ന ബെസ്റ്റ് ആൻസേഴ്സ് സെലക്ട് ചെയ്യുക. ഇതിൽ സ്റ്റുഡൻസ് യൂഷ്വലായിട്ട് മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാ നോക്കിയാൽ, പാസേജ് വേഗത്തിൽ വായിച്ചു പോകുന്നതും, കീവേഡ്സ് ഇഗ്നോർ ചെയ്യുന്നതും, എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കാതെ ആൻസർ ചെയ്യുന്നതും, സ്വന്തം അസംഷൻസ് ആഡ് ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കോർ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നോക്കാം. നിങ്ങളുടെ ഇംഗ്ലീഷ് റീഡിംഗ് ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യുക, ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യുക, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ പ്രാക്ടീസ് കിട്ടുകയും കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റീഡ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ദെൻ ഇന്റർപ്രറ്റ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ UGC നെറ്റ് പേപ്പർ 1 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്